ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, ഇതിനപ്പുറത്തേക്ക് ഒരു വിശേഷണവും ആവശ്യമില്ലാത്തൊരു സ്ഥലം, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലെ കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ താമസിച്ചത് അഹമ്മദാബാദിലെ ഗീതാ മന്ദിർ എന്ന് പറയുന്ന മെയിൻ ബസ് സ്റ്റേഷന്റെ അടുത്താണ്. അവിടെ നിന്ന് ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു കാലിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ വേറെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സബർമതി ഉണ്ട്, സബർമതി ബീച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, കാലിപ്പൂർ എന്നാണ് കൂടുതലും വന്നത് പറയുന്നത്. ഞാനിപ്പം കാലിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് പോകുന്നത് ഏക്താ നഗറിലേക്കാണ്. ഇപ്പം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7:55 ട്രെയിൻ ഉണ്ട്. ഏക്താ നഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ഉള്ള ഏക്താ നഗറിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് യാത്ര. നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണാനുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റും. രണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7:55 ട്രെയിനിൽ ഏക്താ നഗറിലേക്ക്. ഇതാണ് എനിക്ക് പോകാനുള്ള ട്രെയിന്. അഹമ്മദാബാദിൽ നിന്ന് ഏക്താ നഗറിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇതിലൊരു സ്പെഷ്യൽ കോച്ച് കൂടെ ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ച് കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ പോകുന്നത് ഈ ആദ്യത്തെ കോച്ചിലാണ്. ഇതാണ് നമ്മുടെ ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾവശം. ഇവിടെയായിട്ട് നമുക്ക് പട്ടേലിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. ഇവിടെ താമസിക്കാൻ റിട്ടയർമെൻറ്റ് പെർമിറ്റ് ഉണ്ട്. ഇതാണ് ഞാൻ വന്ന ട്രെയിൻ. അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാനിവിടെ ഏക്താ നഗറിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു എയർപോർട്ടൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന അത്രയും സൗകര്യമുള്ള അടിപൊളി ഇതാണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇതുപോലത്തെ ഇലക്ട്രിക് റിക്ഷ കിട്ടും. ഇതിൽ ഇലക്ട്രിക് അതിൽ എപ്പോഴും ബസ്സുണ്ട്. അടുക്കിയിട്ടിരിക്കുന്ന ബസ്സുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരെണ്ണത്തിൽ ആൾ ഫില്ലായതിനു ശേഷം അടുത്ത ബസ്സിൽ ആളിനെ കയറ്റും. അങ്ങനെ ആ രീതിയിലാണ്. ഇവിടെ ഈ സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ ആ ഒരു സർദാർ പട്ടേലിന്റെ ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും പട്ടേലിന്റെ ആ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. ഇവിടെയാണെങ്കിലും ശരി പട്ടേലിന്റെ ആ ഒരു പ്രതിമ അവർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറമൊക്കെ നല്ല രസമാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ അത്രയും സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാണ് ഇറക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ബസ്സെല്ലാം AC ബസ്സുകളാണ് ഇനി അങ്ങോട്ടുള്ളത്. ബസ് ഇതിന്റെ കൂടെ നമ്മുടെ എടുത്ത ടിക്കറ്റിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓട്ടോയും വിളിച്ച് പോകാൻ പറ്റും. ഓട്ടോയുടെ ചാർജൊക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാർജിന് മേളിൽ വാങ്ങില്ല എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് 182 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 177 അടി ഉയരമുള്ള ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ഓഫ് ബുദ്ധയെ പിന്തള്ളിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒന്നാമതാകുന്നത്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ 2 മടങ്ങ് ഉയരമാണ് പട്ടേൽ പ്രതിമയ്ക്കുള്ളത്. നർമ്മദാ നദീ തീരത്തുള്ള മാധുബഡ് ദ്വീപിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിന് 2013 ഒക്ടോബർ 31 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 143 ജന്മദിനത്തിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അനാച്ഛാദനം ചെയ്തത്. 2989 കോടി രൂപയാണ് പ്രതിമാ നിർമ്മാണത്തിനായി ചെലവഴിച്ചതെന്നാണ് കണക്കുകൾ. പത്മഭൂഷൺ പുരസ്കാര ജേതാവായ ശില്പി റാംവി സുതാറാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിർമ്മാണം LNTയും. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് 3.32 കിലോമീറ്ററോളം അകലെയാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 33,000 ടൺ ഉരുക്ക് ഉപയോഗിച്ചാണ് ഈ ഭീമാകാര പ്രതിമ തീർത്തത്. നമ്മുടെ ഏക്താ നഗറിലേക്ക് പോകുന്ന ബസ് ഇതാണ്. ഫുൾ AC ബസ്സാണ്. ഫുൾ AC ലോ ഫ്ലോ ബസ്സാണ്. ഇലക്ട്രിക് ബസ്സാണ്. ഇവിടുത്തെ ബസ്സുകൾക്കുള്ള പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാച്യുവിന്റെ ഒരു വലിയൊരു വ്യൂ നമുക്ക് കിട്ടാൻ പറ്റും. ഇത് ഇവിടുത്തെ പിക്കപ്പ് പോയിന്റ് ആണ്. പിക്കപ്പ് പോയിന്റ് ഉണ്ട്, ഡ്രോപ്പിംഗ് പോയിന്റ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാച്യുവിന്റെ ഇവിടെ നിന്നുള്ള ഒരു അടിപൊളി വ്യൂ കിട്ടും. ഇതാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയതിനു ശേഷമുള്ള ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് തൊട്ട് താഴെ തന്നെ നമ്മുടെ നർമ്മദാ നദി പോകുന്നുണ്ട്. ഇതിനകത്ത് റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. റാഫ്റ്റിംഗ് ഒക്കെ അതിനുള്ള പാക്കേജുകൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മുടെ സാധനങ്ങൾ വയ്ക്കണമെങ്കിൽ ഇവിടെ ലോക്കർ റൂം ഉണ്ട്. ഇവിടെ സാധനം ഞാനിപ്പോൾ എൻ്റെ ബാഗകത്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഈ വഴി നമുക്ക് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ എൻട്രി പോയിന്റിൽ എത്താൻ പറ്റും.
ഇതാണ് നമ്മുടെ സ്റ്റാച്യൂവിലേക്കുള്ള ടിക്കറ്റ് ചെക്കിംഗ് സെന്റർ ഇതാണ്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് പുറകെ കാണുന്ന ആ ഒരു വഴിയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഇനി അടുത്തതൊരു സെക്യൂരിറ്റി സോണാണ്. ഇവിടെ നമുക്ക് ഫ്രിസ്കിംഗ് ഉണ്ട്. ഫ്രിസ്കിങ്ങിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ഉള്ളത്. ഇത് ഇവിടുത്തെ ഒരു സെൽഫി പോയിന്റ് ആണ്. ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ വാട്ടർഫോൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടുത്തെ ഈ ഫോട്ടോ പോയിന്റ് അടുത്ത് തന്നെ ഇവിടെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഇനോഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫോട്ടോ പോയിന്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വാൾ ഓഫ് യൂണിറ്റി ഒരു ഇതിനകത്ത് നമ്മുടെ കൾച്ചർ തീമായിട്ടുള്ള ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പല ഭാഷയിലുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിലും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൺ ഇന്ത്യ ഗ്രേറ്റ് നേഷൻ എന്ന് പറയുന്ന ഒരു തീം അത് എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മലയാളം എന്നൊക്കെയുണ്ട്. ഒരൊറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന് പറഞ്ഞ് മലയാളം കാറുകൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഫെറി റൈഡാണ്. ഫെറി റൈഡ് താഴെ നർമ്മദയാണ്. ഇതിങ്ങനെ കറങ്ങി ഈ വണ്ടിയിൽ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഫെറി റൈഡാണ്. പിന്നെ ഇത് പോകുന്നത് നേരെ നർമ്മദ നദിയിലുള്ള ഒരു ക്രൂയിസാണ്. കണ്ടോ, ഇത് താഴെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു റോഡ് വളഞ്ഞിവിടെ താഴെ എത്തിയിട്ടുണ്ട്. താഴെ അവിടെയാണ് അതിൻ്റെ ആ ഒരു ഡോക്കിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബോട്ടിൽ നമുക്ക് അങ്ങേറ്റം വരെ ഈ ഒരു നർമ്മദ നദിയെ ചുറ്റി വരാൻ പറ്റും. എല്ലാ ദിവസവും രാത്രിയിൽ ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഒരു ലേസർ പ്രൊജക്ഷൻ ഷോ നടക്കാറുണ്ട്. അപ്പം അത് ഇവിടെ ഇരുന്നാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അതിങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പട്ടേലിന്റെ ആ ഒരു പ്രതിമ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യമാണ് കണ്ടോ, നമ്മുടെ യൂഷ്വൽ ആ ഒരു മെൻ വിമൻ സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ആണുങ്ങളുടെയും സ്ത്രീകളുടെയും ആ ഒരു അത്യാവശ്യം ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് നർമ്മദ കാണാൻ പറ്റുന്നത്. ആ സൈഡിൽ നർമ്മദ ഇത് കാണാൻ പറ്റും. അവിടെ ഫെറി സർവീസ് തുടങ്ങി. അപ്പോൾ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട്. ആ ഇലക്ട്രിക് കാറിലാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇലക്ട്രിക് കാറിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പുറകിൽ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പറ്റും. അപ്പോൾ ഇത് നേരെ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ എൻട്രി ഗേറ്റിൽ എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാവലേറ്റർ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വഴി നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്ന് വീണ്ടും ഒരു കിടിലൻ വ്യൂ. നമ്മുടെ ആ പാലം നല്ല ഭംഗിയുണ്ട് അതിനകത്ത്. അപ്പോൾ ഫൈനലി ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ എൻട്രി പോയിന്റ്. ഇതാണ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഞാൻ ഇവിടെ എൻട്രി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിലൊരു എക്സിബിഷൻ ഹാളാണ്. എക്സിബിഷൻ ഹാളിനകത്ത് ഇതിനകത്ത് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ കുറിച്ച് ഇതിനകത്ത് എന്തൊക്കെയാണ് ആ ഒരു മേക്കിംഗ് പ്രോസസ്സ് ആദ്യം നടന്ന ഊർജ, പിന്നീട് ഇതിൻ്റെ ഇനോഗ്രേഷൻ ടൈമിലുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്. ഇവിടുത്തെ ആളുകളെ കുറിച്ച്, നർമ്മദയുടെ കരയുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇതിൻ്റെ ഇനോഗ്രേഷൻ ടൈമിൽ കൊടുത്ത ഈ സ്റ്റാച്യുവിനെ കുറിച്ച് കൊടുത്തൊരു അതിവിടെ വലിയൊരു ശിലാഫലകമായിട്ട് കൊടുത്തുവെച്ചു. ഇവിടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് എക്സിബിഷൻ ഹാൾസ് കാണാൻ പറ്റും. ഈ സൈഡിൽ കാണുന്നത് ഇത് ഇവിടുത്തെ സൂപ്പർനേഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി സർദാർ സരോവർ ഡാമിൻ്റെ കാച്ച്മെന്റ് ഏരിയയിലുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെയുള്ള ആ ഒരു മൃഗങ്ങളെക്കുറിച്ചും ആ ഒരു പക്ഷികളെക്കുറിച്ചും അതിൻ്റെ ഒരു എക്സിബിഷനാണ് ഇതിനകത്ത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് കാണുന്നത് നർമ്മദയുടെ കരയുള്ള ആളുകളെ കുറിച്ചാണ്. അവരുടെ കാസ്റ്റ് എന്താണ്, അവരുടെ റിലീജിയസ് ബിലീഫ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. കുറേയൊക്കെ നമുക്ക് ഇതിനകത്ത് സ്ക്രീനുണ്ട്. The Kotwalia tribe also belongs to a particularly vulnerable tribal group. The Kotwalias are known for their skill of preparing bamboo articles. ഇവിടെ ഒരുപാട് സ്കൾപ്ചേഴ്സും വർക്കുകളും കാണുന്നുണ്ട്. സൈഡിലൊരു ആ ഒരു റെഡിലുള്ളത്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു കിളികളുടെ ഒരു തീമിലുള്ളത്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പുറകിലുള്ള ഇവിടുത്തെ ഒരു തിയേറ്ററാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയതെന്നും അതിൻ്റെ പിന്നിലുള്ള ചരിത്രവും അതിൻ്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയേറ്ററാണ്. ഇത് ഇനിയുള്ളത് പട്ടേലിന്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സിബിഷൻസ് ആണ്. ആദ്യത്തേൽ നമുക്ക് കാണാൻ സൺ ഓഫ് സോയിൽ എന്ന് പറയുന്ന എക്സിബിഷനകത്ത് പട്ടേലിന്റെ ഏർലി ലൈഫാണ്. പട്ടേൽ ജനിച്ചതും പിന്നെ പട്ടേലിന്റെ ആ ഒരു എഡ്യൂക്കേഷനും ലണ്ടനിൽ ലോയർ ആയിരുന്നതും ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത്. ഇത് പട്ടേലിന്റെ ഒരു ഓഫീസ് റൂം പോലെയാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ലൈബ്രറിയുടെ ആ ഒരു മ്യൂറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അടുത്ത ഒരു എക്സിബിഷൻ ഹാളിലേക്ക് ഓരോ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. അടുത്തൊരു എക്സിബിഷൻ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗാന്ധിയുമായിട്ടുള്ള ആ ഒരു
ആ ഒരു മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഗാന്ധിയുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ ആ ഒരു ഫ്രീഡം സ്ട്രഗിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അടുത്തൊരു എക്സിബിഷൻ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പട്ടേലിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ സത്യാഗ്രഹത്തെക്കുറിച്ച്, ബർദോളിയിലെ സത്യാഗ്രഹത്തിനെ കുറിച്ചൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പട്ടേലിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസ്, ഫ്രീഡം മൂവ്മെന്റിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ ഇമേജസ് ആണ്, കുറേയൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ആ ഒരു വിഷ്വൽസ് ഉള്ളതൊക്കെ നമുക്ക് ആ ഒരു ആർക്കൈവ്സിൽ നിർത്തിയിട്ടുള്ള ആ ഒരു വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രീഡം മൂവ്മെന്റ് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷമുള്ള പട്ടേൽ നമ്മുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയ സമയത്തുള്ള പട്ടേൽ, അതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കാൻ തന്നെ ഒരു മെയിൻ കാരണമാണ്. പാർട്ടീഷന് ശേഷം പട്ടേലിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പട്ടേലിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആയിട്ട്, പഴയ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആയിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പുറയിൽ കാണുന്നത് നമ്മുടെ സർദാർ പട്ടേലിന്റെ ഒരു ബസ്റ്റാണ്. അപ്പോൾ ഈ ബസ്റ്റ് നമ്മൾ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അതിന്റെ അതേ റെപ്ലിക്ക തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. ഈ ഒരു എക്സിബിഷൻ ഹാളിന്റെ പുറകിൽ കാണുന്ന ആ ഒരു ഡോറിലൂടെയാണ് നമ്മൾ വ്യൂവിംഗ് ഗാലറിയിലേക്ക് പോകുന്നത്. വ്യൂവിംഗ് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടേലിന്റെ ഈ ഒരു 5 ഭാഗം വരെ നമുക്ക് ഒരു ലിഫ്റ്റിൽ കയറി പോകാൻ പറ്റും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് 380 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എൻട്രി പ്ലസ് വ്യൂവിംഗ് ഗാലറി എന്ന് പറയുന്ന ആ ഒരു ടിക്കറ്റ് നമുക്ക് ലിഫ്റ്റ് കയറി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അകത്താണുള്ളത്. ഇതിപ്പോ വ്യൂവിംഗ് ഗാലറിയാണ്. ഒത്തിരി ഹൈറ്റിൽ ആ ഒരു നെഞ്ച് ഭാഗം വരെ, പട്ടേലിന്റെ ആ ഒരു പ്രതിമയുടെ നെഞ്ച് ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇതിവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. നർമ്മദയുടെ നല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് വ്യൂവിംഗ് ഗാലറി. സമയത്തേക്കേ ഉള്ളൂ, സ്ലോട്ട്സ് അലൗഡാണ്. അപ്പോൾ ആ ഒരു സ്ലോട്ട് ഉള്ളിൽ നമ്മൾ വരണം, അതിനുള്ളിൽ പുറത്തേക്ക് ഇറക്കണം എന്നുള്ളതാണ്. നല്ല ഒരു കാഴ്ചയാണ്. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ടിക്കറ്റ്. വ്യൂവിംഗ് ഗാലറി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവം ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ബ്യൂട്ടി എന്നുള്ളതാണ്. അവിടുത്തെ ആ ഒരു എന്തൊക്കെ സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇത്രയും ഭാഗം നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അതും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ഐഡിയ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. എത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേൽ സ്കൾപ്ചറിന് കാലിന്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും. അത് ഇതുപോലത്തെ എസ്കലേറ്റർ ഉണ്ട്, അതിൽ പടിയുണ്ട്, സൈക്കിൾ പടിയുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ആ ഒരു നമ്മൾ നേരത്തെ ദൂരം കൊണ്ട് ആ ഒരു ബീച്ച് കുറെ കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതിന്റെ എസ്കലേറ്റർ കയറി നമുക്ക് ഇതിൽ വരാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാണ്. ഇതിന് ഹയസ്റ്റ് പോയിന്റ് പട്ടേലിന്റെ കാലാണ്, ചെരുപ്പിന്റെ ആ ഒരു ഇതാണ് പുറകിൽ പട്ടേലിന്റെ ആ ഒരു. അപ്പൊ ഞാനിപ്പോ ആ ഒരു സ്കൾപ്ചറിന്റെ തൊട്ട് താഴെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൾപ്ചർ എത്രത്തോളം വലുതാണെന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഒരു പട്ടേലിന്റെ ചെരുപ്പിന്റെ ആ ഒരു ഹീലാണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ കൈ നോക്കിയിട്ടും ആ ഒരു ഹീലിന്റെ ഭാഗം ജസ്റ്റ് എത്തുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയും ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി പുറകിൽ തന്നെ ആ ഒരു ചെരുപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും ട്രെയിനില്ല. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയൊരു സ്ട്രക്ചറാണെന്ന് കൃത്യമായിട്ടുള്ള തോന്നൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വന്നു. പുറകിൽ കാണാൻ ഇതാണ് നമ്മുടെ പട്ടേൽ സ്റ്റാച്യുവിന്റെ വിരലെന്ന് പറയുന്നത്, കാലിന്റെ വിരൽ. അപ്പൊ അത്രയും ഹൈറ്റ് ഉണ്ട്. ഒരാൾ അതിനേക്കാളും താഴെ വരുന്നത് അത്രയും ഹൈറ്റിലാണ് ആ സ്റ്റാച്യു. സ്റ്റാച്യുവിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് നർമ്മദ നദി കാണാൻ പറ്റും. നർമ്മദയിൽ നിന്നുള്ള നല്ല അടിപൊളി തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇപ്പൊ സമയം കൃത്യം ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ടാവും. ഈ സമയത്ത് ഇവിടെ നിന്നുള്ള കാറ്റ് ഭയങ്കര ഒരു റിലീഫാണ്. അല്ലെങ്കിൽ നല്ല വെയിലാണ്. ഇതിന്റെ റൂഫ് ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രീതിയിൽ ആ ഒരു കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന വിധത്തിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന വിധത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ലഞ്ച് ടൈമാണ്. എല്ലാവരും ലഞ്ചിന് പോകുന്നതാണ്. ആ പുറകിൽ കാണുന്ന ആ ഒരു ബോർഡാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഫുഡിന്റെ പ്രത്യേകത ഇതിനകത്തെല്ലാം ബ്രാൻഡുകളാണല്ലോ. അമൂല്, സങ്കല്പ്, അങ്ങനെയുള്ള പല ബ്രാൻഡുകളുടെ ഷോപ്പുകളാണ്. നമുക്ക് ഈ മാളിലൊക്കെ പോകുന്നത് പോലെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത്.
ഇപ്പോൾ നമ്മുടെ പട്ടേൽ സ്റ്റാച്ചുവിന്റെ എക്സിറ്റ് പോയിന്റിൽ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഫ്രീ ബസ്സുകൾ കിട്ടും. നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ ഇൻക്ലൂഡാണ് ഈ ബസ്സുകൾ. അപ്പം ഈ ബസ്സുകൾ ആളുകളെ വേറെ ഓരോരോ പ്ലേസസിലേക്ക് കൊണ്ടുപോകും. ഞാനെടുത്ത ടിക്കറ്റിന്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഡാമിന്റെ ഒരു വ്യൂ പോയിന്റും ആണ്. അപ്പോൾ ഞാനിപ്പം മറ്റൊരു ബസ് കയറിയിട്ട് ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സിലെത്തിയത്. ഇതാണ് ബസ്സുകൾ. ഓരോന്നിനും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. നൈറ്റ് ടൂർ ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലത്തെ ഓട്ടോ ഉണ്ട്. ഓട്ടോയിൽ നമുക്ക് വരാൻ പറ്റില്ല, ഇലക്ട്രിക് ഓട്ടോയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ബേസിക്കലി ഒരു ഗാർഡൻ ആണ്. അപ്പം ഇതിനകത്ത് തന്നെ വേറെ സംഭവങ്ങളുണ്ട്. യൂണിറ്റി ലോ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നത് രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. മുഴുവൻ LED ലൈറ്റുകൾ വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സിനകത്താണുള്ളത്. അപ്പം ഇവിടെ പറയാനായിട്ടാണെങ്കിൽ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കുറേ ഗാർഡൻ കാണാൻ പറ്റും. കുറേ എല്ലാം പൂക്കൾ ഉള്ളത് തന്നെയാണ് കൂടുതലും ഉള്ളത്. അല്ലാതെ ഇതുപോലത്തെ നല്ല കളറുള്ള ഇലകളുള്ള ചെടികളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏകതാ പ്രതിമ, പട്ടേലിന്റെ പ്രതിമ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുറച്ച് നടക്കാനുണ്ട് എല്ലാം. പിന്നെ മേളിൽ ആ ഒരു എൻട്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലും ആ ഒരു ചെടിയുടെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പട്ടേലിന്റെ ആ ഒരു അതിന്റെ പ്രതിമയുടെ ബാക്ക്ഡ്രോപ്പിൽ നമുക്ക് ഈ ഒരു വാലി ഓഫ് ഫ്ലവേഴ്സും കൂടെ കിട്ടുന്ന വിധത്തിലാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സെൽഫി പോയിന്റ് ആണ്. നമുക്ക് ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് പട്ടേലിന്റെ ആ ഒരു പ്രതിമയെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. അപ്പം ഇവിടെ നിറയെ പൂക്കൾ, ചെടികൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജസിനെ കുറിച്ചൊക്കെ ഇവിടെ വിവരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ആ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്കൊരു സെൽഫി പോയിന്റ് ആണ്. നമുക്ക് അവിടെ നടുക്ക് നിന്നിട്ട് സെൽഫി എടുക്കാൻ പറ്റും. അപ്പം ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരുന്ന് നർമ്മദയുടെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഇതാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ചെറിയൊരു കൂടാരം ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നർമ്മദാ നദിയുണ്ട്. ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു സൈൻ ബോർഡിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം ബാക്കിൽ മുഴുവൻ നിറയെ പൂക്കളാണ്. ചിത്രശലഭങ്ങളും ധാരാളം നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിൽ പട്ടേലിന്റെ പ്രതിമയും നമുക്ക് കാണാൻ പറ്റും. ഭാഗം കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ചെറിയൊരു സംവിധാനമാണിത്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് ഇറങ്ങിയ റോഡ് നടക്കുമ്പോൾ നമുക്ക് സർദാർ സരോവർ ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡാം വ്യൂ പോയിന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സർദാർ സരോവർ ഡാമിന്റെ. എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഉള്ളിൽ കയറുമ്പോൾ പുറകിൽ നമുക്ക് ഡാമിന്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് പടി ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് ആളുകൾ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. നമുക്ക് അവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, അവിടെ ഇരുന്ന് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ വച്ചിട്ടുണ്ട്. ഇപ്പം നടന്ന് ഞാനിപ്പം ആ ഒരു വ്യൂ പോയിന്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കസേരകൾ ഒത്തിരി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാമിന്റെ കാഴ്ച കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സർദാർ സരോവർ ഡാമിന്റെ നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും എത്താൻ പറ്റുന്നതിൽ ഏറ്റവും അടുത്തുള്ള പോയിന്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് ഇത് കാണാൻ പറ്റും. ആ ഒരു ഡാമിന്റെ വ്യൂ കാണാൻ പറ്റും. ഇനി ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാക്ടസ് ഗാർഡൻ ഉണ്ട്. അതും ഇതിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഭാഗമാണ്. പിന്നെ അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, അതും ഇതിന്റെ ഭാഗമാണ്. ഇത് ഇങ്ങോട്ടേക്ക് എല്ലാം പോകാനായിട്ട് നമ്മൾ നേരത്തെ വന്ന ആ ഒരു ബസ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.